പക്ഷേ ഒരു സർജിക്കൽ ഉപകരണം സർജറി ചെയ്ത ആളുടെ വയറ്റിൽ മറന്നു വെക്കുക എന്നുള്ളത് അതിഗുരുതരമായ കൃത്യവിലോപമാണല്ലോ. അതവർ അറിഞ്ഞില്ല. സർജറിക്ക് വിധേയമായ ആൾ വേദനയുമായി അടുത്ത ആഴ്ചകൾ തന്നെ വരുന്നു. പിന്നീട് കഴിഞ്ഞ 5 വർഷമായി വേദന കൊണ്ട് അവർ വിവിധ ആശുപത്രികളിൽ കയറി ഇറങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു യൂറോളജി ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തതുകൊണ്ട് കണ്ടെത്തി. ഇതിപ്പോൾ ഒരു മനുഷ്യനോട് ചെയ്ത കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. അതിൽ നിന്ന് ഡോക്ടർമാർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ? അവിടുത്തെ സ്റ്റാഫിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ആൻസറിലോട്ട് വരുന്നതിന് മുമ്പ് ലിജു പറഞ്ഞു വെച്ച ഒരു ആശങ്കയ്ക്ക് ഒരു മറുപടി കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് തുടങ്ങാനായിട്ട്. മിസ്റ്റർ ലിജു പറഞ്ഞത് ഈ സിസ്റ്റത്തിന് ഉള്ള തകരാറ് തന്നെയാണ്. പക്ഷേ ആ തകരാറുണ്ടായത് പല വർഷങ്ങൾ കൊണ്ടിട്ടാണ്. ഒരു മിനിസ്ട്രി കൊണ്ടിട്ടോ കാരണം വെച്ചാൽ നമുക്ക് 5 മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അനവധി മെഡിക്കൽ കോളേജ് ഉണ്ടായി. പക്ഷേ സ്റ്റാഫ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് അവിടെ എടുത്ത് നിങ്ങൾ ഇത് ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ഇവിടുന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അവിടെ കാണിക്കുക, വീണ്ടും ഇൻസ്പെക്ഷൻ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെയുള്ള സംഭവങ്ങളിൽ സർക്കാർ കൂടി ഈ ഭാഗവാക്കാവുന്നു. ഈ ഒരു കൃത്യനിർവഹണത്തിന് വേണ്ടിയിട്ട് സർക്കാർ കൂടി ഭാഗവാക്കാവുന്നു. നമ്മൾ എ കെ ആൻ്റണി ഭരണകാലത്ത് പറഞ്ഞു വെച്ചൊരു സംഭവം, നമുക്ക് പൈസ ഇല്ല, നമുക്ക് പകുതി സീറ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മെഡിക്കൽ കോളേജ് ഉണ്ടാവണം, അതുകൊണ്ട് നമ്മൾ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ടാവണം. പക്ഷേ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ടാവുകയും ചെയ്തു, ഇല്ലേ? ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജ് ഉണ്ടായി. പക്ഷേ അതിനനുസരിച്ചൊരു സ്റ്റാഫ് പാറ്റേൺ ഉണ്ടായില്ല. സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാവാത്ത കാരണം പല ഇഷ്യൂസും നമുക്ക് നിലവിലുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാഫ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യണം, ഇത്രയാണ് കെട്ട്, ഇത്രയും ആർട്ടറി ഫോഴ്സസ് ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അത് അനൗൺസ് ചെയ്യണം. ഫ്ലോർനെസ് അത് എൻഫോഴ്സ് ചെയ്യണം. എന്നിട്ട് ചെയ്യുന്ന ഡോക്ടർ പറയണം, ഓക്കെ, കേട്ടു. ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഫോറിനേഴ്സേ ഇല്ല. അതെ, ഫോറിനേഴ്സേ ഇല്ല എന്ന് വെച്ചാൽ സ്റ്റാഫിൻ്റെ അഭാവം. പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണല്ലോ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്നല്ലേ. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് കൂടുതലായിട്ട് ഈ അലംഭാവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട്? സ്റ്റാഫിൻ്റെ അഭാവം കൊണ്ടിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടിട്ട് ഫ്ലോർനസ് അനൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാതിരിക്കുകയോ ഇതൊക്കെ ചെയ്യുന്നത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇതിനൊരു സിസ്റ്റമുണ്ട്. WHO തന്നെ പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. നിങ്ങളൊരു ഒരു ഇൻസ്ട്രുമെൻറ്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റമുണ്ട്. അതായത് ഞാനൊരു ഗ്യാസ്ട്രോഇൻറ്റസ്റ്റിനൽ സർജനാണ്. ഗ്യാസ്ട്രോഇൻറ്റസ്റ്റിനൽ സർജനിൽ ഒരു ക്യാവിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ ക്യാവിറ്റി ഓപ്പറേറ്റ് ചെയ്യുമ്പം ആദ്യം നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കൗണ്ട് ഉണ്ടാവും, നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഒരു കൗണ്ട് ഉണ്ടാവും, ഒരു ക്യാവിറ്റി ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കൗണ്ട് ഉണ്ടാവും, സ്കിൻ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കൗണ്ട് ഉണ്ടാവും, ലാസ്റ്റ് സർജറി കഴിയുമ്പോൾ ഒരു കൗണ്ട് ഉണ്ടാവും. 4 പ്രാവശ്യം കൗണ്ട് ഉണ്ടാവും. അത് ഉറക്കെ അനൗൺസ് ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥകളിവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? ആ പാലിക്കപ്പെടാനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടോ? അതിനുള്ള ഫ്ലോനെസ് ഉണ്ടോ? അല്ലെങ്കിൽ സ്ക്രംനെസ് ഉണ്ടോ? ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം.